നമസ്കാരം. റഷ്യ യുക്രൈൻ യുദ്ധം 1000 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇപ്പോൾ റഷ്യ അവരുടെ ആണവ നയത്തിൽ കാതലായ മാറ്റം വരുത്തിയതിൽ ആശങ്കയിലാണ് അമേരിക്കയും പല യൂറോപ്യൻ രാജ്യങ്ങളും. ആണവ നയത്തിലെ പരിഷ്കാരങ്ങൾക്ക് അനുമതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഇത് ലോകക്രമത്തിന് തന്നെ വലിയൊരു മാറ്റം വരുത്തുമോ എന്ന ആശങ്കയിലാണ് പലരും. ആണവായുധ ശേഷിയുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടെ റഷ്യക്കെതിരെ നടത്തുന്ന ഏതൊരു ആക്രമണത്തെയും സംയുക്ത ആക്രമണമായാണ് പുതിയ നയമനുസരിച്ച് റഷ്യ കണക്കാക്കുക. റഷ്യക്കെതിരായ ആക്രമണങ്ങളെ അണുവായുധങ്ങൾ ഉപയോഗിച്ച് മറുപടി നൽകുന്നതിനും പുതുക്കിയ നയം രാജ്യത്തെ അനുവദിക്കുന്നു. ഇതോടെ വ്യോമാക്രമണം ഉൾപ്പെടെയുള്ള ഏത് കാര്യത്തിനും തിരിച്ചടിക്കാൻ വേണമെങ്കിൽ റഷ്യയ്ക്ക് ആണവായുധം ഉപയോഗിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് വലിയൊരു ചർച്ചയിലേക്കാണ് ഇപ്പോൾ ലോകത്തെ എത്തിക്കുന്നത്. ആണവായുധം ഒരുപക്ഷെ റഷ്യ ഉപയോഗിക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ പല രാജ്യങ്ങളും. യുക്രൈനുമായുള്ള യുദ്ധം നീണ്ടുപോകുമ്പോൾ ചില ഘട്ടങ്ങളിൽ യുക്രൈനും മേൽക്കൈ വന്നിരുന്നു എന്നുള്ളത് ഒരു വശം. മറ്റൊന്ന്, അമേരിക്ക യുക്രൈന് നൽകുന്ന നിർലോഭമായ സഹായം. ഒരുപക്ഷെ ഇത് രണ്ടുമായിരിക്കാം റഷ്യയെ കൊണ്ട് അല്ലെങ്കിൽ പുടിനെ കൊണ്ട് ഇത്തരത്തിലുള്ള വളരെ നിർണായകമായ ഒരു തീരുമാനമെടുപ്പിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ദിവസം അമേരിക്ക വിലക്ക് നീക്കിയതിനെ തുടർന്ന് യുക്രൈൻ അവരുടെ ദീർഘദൂര മിസൈലുകൾ റഷ്യയിലേക്ക് അയച്ചത് റഷ്യയെ അമ്പരപ്പിച്ചിരുന്നു. ഏതാണ്ട് 6ഓളം മിസൈലുകളാണ് റഷ്യയിലേക്ക് യുക്രൈൻ അയച്ചത്. ഇതിൽ 5 അവർ തകർത്തെറിഞ്ഞിരുന്നു. ഒരു മിസൈലിന് മാത്രമാണ് കടന്നു വരാൻ കഴിഞ്ഞത് രാജ്യത്തേക്കെങ്കിലും അതിന് കാര്യമായ നാശനഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഈ ഒരു സന്ദർഭത്തിലായിരിക്കും ഇനി അങ്ങോട്ട് അതിശക്തമായ തോതിൽ തന്നെ മുന്നേറാൻ, എല്ലാ എതിർപ്പുകളെയും അതിലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ സംബന്ധിച്ച് ശക്തനായ സ്വേച്ഛാധിപതി എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം പലപ്പോഴും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആഗോളതലത്തിൽ തന്നെ പുടിന് ഒരുപാട് ശത്രുക്കൾ നിലവിലുണ്ട്. അവരെല്ലാം അമ്പരപ്പിക്കുന്ന രീതിയിലാണ് പുടിൻ ഇപ്പോൾ ഈ ഒരു പുതിയ നീക്കം നടത്തിയിരിക്കുന്നത്. ഒട്ടുമിക്ക നാറ്റോ സഖ്യരാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. സ്വീഡൻ, നോർവേ, ഡെൻമാർക്ക്, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ തയ്യാറായിരിക്കണമെന്ന് അറിയിച്ച് പൗരന്മാർക്ക് ലഘുലേഖകൾ പോലും വിതരണം ചെയ്തിട്ടുണ്ട്. ഭക്ഷ്യസാധനങ്ങളും വെള്ളവും ശേഖരിച്ച് വയ്ക്കുക, മരുന്നുകൾ കരുതുക എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ച് ഏറെ ആശങ്കാജനകം തന്നെയാണ് നിലവിലെ സാഹചര്യം. ഉത്തര കൊറിയയിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികർ റഷ്യൻ സൈന്യത്തോടൊപ്പം ചേർന്നതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു യുക്രൈനെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ അമേരിക്ക അനുമതി നൽകിയത്. ഇത് റഷ്യയെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ആണവശക്തികളുടെ പിന്തുണയുണ്ടെങ്കിൽ ആണവിതര രാഷ്ട്രത്തിനെതിരെയും ആണവായുധം പ്രയോഗിക്കുന്നത് റഷ്യ പരിഗണിക്കും എന്നുള്ള ആ ഒരു ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ ഏറെ ആശയക്കുഴപ്പവും സങ്കീർണതകളും സൃഷ്ടിച്ചിട്ടുള്ളത്. യൂറോപ്പിൽ മാത്രമല്ല, മധ്യപൂർവ്വ ദേശത്തും ഇൻഡോ പസഫിക് മേഖലയിലെല്ലാം തന്നെ റഷ്യൻ ആക്രമണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. റഷ്യയുടെ ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, പോളണ്ട്, സ്പെയിൻ, UK തുടങ്ങിയ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ കഴിഞ്ഞ ദിവസം യോഗവും ചേർന്നിരുന്നു. അതിനിടയിലാണ് അമേരിക്ക യുക്രൈന് ഏറ്റവും അത്യന്താധുനിക മൈനുകൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തു വന്നത്. റഷ്യൻ സൈന്യം യുക്രൈനിലേക്ക് കരമാർഗം, അതായത് കരസേന അവിടേക്ക് കടന്നു കയറുന്നത് പ്രതിരോധിക്കുന്നതിനായിട്ടാണ് ഇത്തരത്തിലുള്ള മൈനുകൾ യുക്രൈൻ സ്ഥാപിക്കാൻ പോകുന്നത്. ഇത് വ്യാപകമായ തോതിൽ തന്നെ അമേരിക്ക അവർക്ക് നൽകാം എന്ന് സമ്മതിച്ചിട്ടുള്ളതായി പേര് വെളിപ്പെടുത്താത്ത ഒരു സൈനിക വക്താവ് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതൊക്കെ തന്നെ റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന തരത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. ജോ ബൈഡൻ ഭരണകൂടത്തിന് ഇനി കഷ്ടിച്ച് 1 മാസത്തിലധികം മാത്രമേ കാലാവധിയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഇതിൽ എന്ത് നിലപാട് സ്വീകരിച്ചാലും അത് അടുത്ത ഭരിക്കാൻ വരുന്ന ഡൊണാൾഡ് ട്രംപിനെ ആയിരിക്കും ആദ്യം ബാധിക്കുക എന്ന് അമേരിക്കൻ ഭരണകൂടത്തെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. കൂടാതെ പുടിനുമായി ഡൊണാൾഡ് ട്രംപിന് വളരെ നല്ല വ്യക്തിബന്ധമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ട്രംപ് ഭരണത്തിലെത്തുമ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഉലച്ചിലൊക്കെ മാറാനും സാധ്യത ഉള്ള ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കാം ഇപ്പോൾ ജോ ബൈഡൻ ഭരണകൂടം ഇത്തരത്തിൽ യുക്രൈന് മിസൈലുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി അനുമതി നൽകിയത്. മാത്രമല്ല, യുക്രൈൻ ശക്തമായ തോതിൽ റഷ്യയ്ക്ക് നേരെ തിരിച്ചടി നടത്തിയിട്ടുണ്ടെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇതിന് തങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് റഷ്യയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1000ഓളം ദിവസങ്ങളായി നീളുന്ന ഈ യുദ്ധം ഇനിയും അവസാനിക്കാതെ ഇങ്ങനെ നീളുന്നതിൽ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ മാത്രമല്ല, യൂറോപ്പിലെ മറ്റ് പല രാജ്യങ്ങളുമൊക്കെ തന്നെ വലിയ തോതിലാണ് ഭീഷണി നേരിടുന്നത്. ഇവരുടെ യുദ്ധത്തിന് വിരാമമിട്ടില്ലെങ്കിൽ ഇത് വലിയൊരു അന്താരാഷ്ട്ര പ്രശ്നമായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. 2 രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇക്കാര്യത്തിലൊരു പരിഹാരമുണ്ടാക്കാൻ കഴിയും, ഒരു മധ്യസ്ഥ വയ്ക്കാൻ കഴിയുമെന്നാണ്. എന്നാൽ ഇനിയും ഔദ്യോഗികമായി നരേന്ദ്രമോദി ഇക്കാര്യം ഈ റഷ്യയോ
യുക്രൈനോ സമീപിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഔദ്യോഗികമായി സമീപിച്ചാൽ മാത്രമേ ഒരു രാജ്യത്തെ ഭരണാധികാരിക്ക് ഇതിൽ ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ റഷ്യ എന്തിനും തയ്യാറായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ഇനി ആർക്കും നേരെയും തങ്ങൾ ആണവായുധം പ്രയോഗിക്കാനുള്ള ആ നയം മാറ്റം റഷ്യ എവിടെ കൊണ്ടുവന്ന് എത്തിക്കുമെന്നും അറിയാൻ കഴിയുകയില്ല. ഒരുപക്ഷെ നാളെ പുടിൻ യുദ്ധക്കുറ്റവാളിയായി പോലെ ലോകത്തിന് മുന്നിൽ നിൽക്കേണ്ടി വരുമോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ തന്നെ വളരെ കരുതലിലാണ് പുടിൻ്റെ അടുത്ത നീക്കം എന്താണ് എന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്.